കമ്പാരിസണും കോമ്പറ്റീഷനും ഇത് വിട്ടിട്ടൊരു പരിപാടി നമ്മുടെ നാട്ടുകാർക്കില്ല. ഇപ്പോൾ ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിനെ നോക്കുക. ആ കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൺകുട്ടി പെണ്ണോ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൊച്ചിൻ്റെ നിറമുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അവരെ പ്രശ്നം വേറൊന്നുമല്ല, അയ്യോ എൻ്റെ മറ്റേ കൊച്ചിന് നല്ല നിറമാണ്, അപ്പോൾ കുട്ടിക്ക് നിറം കുറഞ്ഞു പോയാൽ അത് പ്രശ്നമാണ്. ഈ കുഞ്ഞിന് നിറം വരാൻ വേണ്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ സ്ത്രീകളെ കുങ്കുമപ്പൂത്തിരിക്കുന്നു, അത് ചെയ്യിക്കുന്നു, ഇത് ചെയ്യിക്കുന്നു, എന്തൊക്കെ പരിപാടികളാണ്. ഓക്കെ, ശരി, അത് കഴിഞ്ഞ് കുഞ്ഞ് കമന്നോ, മറ്റവൻ്റെ കുഞ്ഞ് നേരത്തെ കമന്നല്ലോ, ഇതേ പ്രായമല്ലേ, എന്നിട്ട് എന്താ നിൻ്റെ കൊച്ചു കമരാത്തത്? ഈ കുട്ടി കമന്നില്ലെങ്കിൽ കുറ്റം അമ്മയുടെ അച്ഛൻ്റെ ആയിരിക്കും. കൂടുതലും അമ്മയ്ക്കാണ് കുറ്റം വരിക. ഈ അച്ഛനമ്മമാർ കുറച്ച് കൂളായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ ഗ്രാൻഡ് പാരൻസ് അവർക്ക് സമാധാനം കൊടുക്കില്ല. കൊച്ചു കമന്നില്ല, കൊച്ചിനെന്തോ കുഴപ്പമുണ്ട്, നീ എന്താണ് കമത്തി ഇട്ടു നോക്കതിനെ. ഈ ഒരു കോമ്പറ്റീഷനാണ് അവർക്ക്. അത് കഴിഞ്ഞു കമന്നു, ഓക്കെ, എന്താ എഴുതാത്തത്, അതിന് മസിലിന് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്, അതിന് നല്ല ഫുഡ് കൊടുക്കാത്തതുകൊണ്ടാണ്, നീ എന്നെ നല്ല ഫീഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് അതങ്ങനെ പറ്റിയത്, അതും ഈ ആരോപണങ്ങളാണ്. ഈ ഗ്രാൻഡ് പാരൻസ് ആയാലും മറ്റ് ബന്ധുക്കൾ ഇവരെയൊക്കെ വന്ന് പിന്നെ ഉപദേശം, നാട്ടുകാരുടെ ഉപദേശം, ഇതായിട്ട് ഈ അച്ഛനമ്മമാർക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും ഈ ഗ്രാൻഡ് പാരൻസും കൊടുക്കില്ല, നാട്ടുകാരും കൊടുക്കില്ല. വെറുതെ ഒരാവശ്യവും ഇല്ലെങ്കിലും വഴിയെ പോണവരും ഒരു കമൻറ്റ് പറഞ്ഞിട്ട് പോകും, അയ്യോ ഇതുവരെ നടന്നില്ലേ, ഇതുവരെ ഇരുന്നില്ലേ. ഇത് കേൾക്കുമ്പോൾ പാരൻസിന് സ്വാഭാവികമായും ടെൻഷനാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടിയും ഓരോ വ്യക്തിയാണ്. ഈ ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ തമ്മിൽ തന്നെ ഇവർ മൂത്ത കുട്ടി ഇളയ കുട്ടി കമ്പാരിസൺ നടത്തും. അതിൽ പോലും ഒരു അർത്ഥവും ഇല്ല. മൂത്ത കുട്ടി ഇളയ കുട്ടിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ പേസ് ഉണ്ട്. ആ പേസിനനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തോടു കൂടിയാണ് ആ കുട്ടി വളരുന്നത്. അത് ചെറുതായിരിക്കുമ്പോൾ പോലും അത് ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ആ ഒരു ചിന്തയില്ല. കുഞ്ഞു മക്കളായാലും ഇച്ചിരി വലുതായാലും എത്ര മുതിർന്നാലും ഈ മക്കൾ അച്ഛനമ്മമാരുടെ പ്രോപ്പർട്ടിയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടിയാണെന്നുള്ള രീതിയിലാണ് അവർ ഡീൽ ചെയ്യുന്നത്. ഈ മക്കൾക്ക് അഭിപ്രായം ഉണ്ടെന്നും ചിന്താശക്തി ഉണ്ടെന്നും ഇവർ മനസ്സിലാക്കണം. സ്പേസ് കൊടുക്കുക.